കപ്പ, ബീഫ് വരട്ടിയത്. ഈ ബീഫ് കറിക്ക് ഒരു പ്രത്യേകതയുണ്ടേ. അത് എന്നാന്ന് ഉണ്ടാക്കിയ ആൾ തന്നെ പറയും. പറഞ്ഞോ. ഈ ബീഫ് കറി എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. ഇതിൽ ഒരു തുള്ളി പോലും എണ്ണയില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ബീഫ് നന്നായിട്ട് നമ്മൾ കുക്കറിനകത്തിലിട്ട് വേവിക്കുക. അതിന് ശേഷം നമ്മൾ ഒരു കട്ടിയുള്ള ചീനിച്ചട്ടിയിലോ വല്ലതും ഒഴിച്ചിട്ട് വീണ്ടും അടുപ്പ് വെച്ച് തിളപ്പിക്കണം. നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് തേങ്ങയും വറ്റൽമുളകും കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, 1-2 ഏലക്ക ഇത്ര ഇട്ടിട്ട് വേറെ ഒന്നും ഇടണ്ട. പെരിഞ്ജീരകവും ഏലക്കയും ഇട്ട് ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് നന്നായിട്ട് ഈ തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇറക്കി വെച്ച് നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ആ അരപ്പ് തിളച്ച് വരുന്ന ബീഫിലിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കണം. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് തിളച്ച് അതൊന്ന് കുറുകി വരുമ്പോൾ അങ്ങ് ഇറക്കിയാൽ മതി. പിന്നെ ഇറക്കാൻ നേരം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ കിടുക്കം ബീഫ് കറിയാണ്. ഒരു തുള്ളി എണ്ണ ഉപയോഗിക്കേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും എണ്ണയില്ലാതെ ഉണ്ടാക്കിയ കറിയാണ്, ആരും പറയത്തില്ല. അടിപൊളി ടേസ്റ്റാണേ. സൂപ്പർ അല്ലേടാ? ഞാൻ കപ്പ കൂടെ തൊട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞാൻ ഒരാൾ കപ്പ തിന്നുന്നതിൻ്റെ തിരക്കിലാണ് ഗായ്സ്. കറിയെക്കുറിച്ച് പറയാനുള്ള ടൈം ഞങ്ങൾക്കില്ല.